ഈ രാജ്യത്ത് ചിരിക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് വെക്കാനോ വീട് മോഡിഫൈ ചെയ്യാനോ വീട് പെയിന്റ് അടിക്കാൻ പോലും പറ്റൂല. സ്വന്തമായിട്ട് ഒന്ന് മുടി വെട്ടാൻ പോലും പറ്റൂല. ഈ കിം ജോങ് സംസാരിക്കുന്ന സമയത്ത് ആരെങ്കിലും കിടന്നുറങ്ങിയാൽ വധശിക്ഷ ആയിരിക്കും. ഇവർക്ക് പുറത്തോട്ട് പോലും പഠിക്കാൻ പോലും വർക്ക് ചെയ്യാൻ പോലും ഒന്നും പറ്റില്ല. നോർത്ത് കൊറിയയിൽ നിന്ന് ഈ ഭൂമിയിലെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കുട്ടീൻ്റെ യോമി പാർക്ക് ആ റേപ്പ് അവർക്ക് അവരൊരു ആവശ്യമായത് കൊണ്ട് തന്നെ അവർക്ക് അതിന് വാങ്ങി കൊടുക്കേണ്ടി വന്നു. ഈ ഏജന്റ് ആ യോമി പാർക്കിന്റെ അമ്മനെ റേപ്പ് ചെയ്യുകയുണ്ടായി. ഈ അമ്മനെ $65 യോമി പാർക്കിന് $200 ഒരാൾക്ക് വിൽക്കുകയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫിസിയോളജി പോഡ്കാസ്റ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മള് ഭൂമിയിലെ നരകം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു രാജ്യമാണ് നോർത്ത് കൊറിയ എന്നൊക്കെ പറയാം. സോ അതിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോർത്ത് കൊറിയയിലെ കുറെ ബാൻഡ് സംഭവങ്ങളുണ്ട്, അവിടുത്തെ ക്രൂയാലിറ്റീസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവിടുന്ന് മെയിൻ സംഭവം അറ്റ് ദി എൻഡ് ഓഫ് ദി വീഡിയോ ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് അബൌട്ട് ഒരു ഗേൾ യോമി പാർക്ക് ഹു എസ്കേപ്ഡ് ദ ഹെൽ ഓൺ എർത്ത്. നോർത്ത് കൊറിയയിൽ നിന്ന് എസ്കേപ്പ് ആയ ഒരു കുട്ടീനെ സ്റ്റോറിയും കൂടി ഞാൻ സംസാരിക്കുന്നുണ്ട്. സോ അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്, എല്ലാം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടോപ്പ് 3 ക്വാളിറ്റീസ് ഓഫ് ഹിറ്റ്ലർ വി ഹാവ് അപ്ലോഡഡ്. ഈ നോർത്ത് കൊറിയയിലെ പോലെ കിം ജോങ്ങിന്റെ പോലത്തെ വേറൊരു ആളാണ് നമുക്ക് പറയാം ഹിറ്റ്ലർ. അപ്പൊ അതിന്റെ സ്റ്റോറീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്യാൻ ജസ്റ്റ് വാച്ച് ഇറ്റ് ഫ്രം ഹിയർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ നോർത്ത് കൊറിയ ഒരു ലീഡറിന്റെ പേര് കിം ജോങ്. അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് നോർത്ത് കൊറിയൻ സ്റ്റോറി. നോർത്ത് കൊറിയയിലെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരൊരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഓരോ മോർണിംഗിലും ഫാമിലിത്തെ ഒരാള് എന്തായാലും ക്ലീനിങ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, അത് മസ്റ്റാ. ക്ലീനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ചെയ്യണ പ്രോഗ്രാംസ് ആണ്. ഈ പ്രോഗ്രാമിൽ ഹൈ എൻഡ് ആയിട്ടുള്ള ഒഫീഷ്യൽസ് ഉണ്ട് അതിൽ. അതായത് പോലീസിലൊരു ഉയർന്ന ഒരാള്, അത് റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. എന്തായാലും പോയില്ലെങ്കിലോ ഒരാൾ പോയില്ലെങ്കിൽ ഫുൾ ഫാമിലിക്കാണ് പണിഷ്മെന്റ് കിട്ടുക. ഇതാണ് അവിടുത്തെ അവസ്ഥ. അങ്ങനെ പറയുമ്പോഴാണ് ഈ രാജ്യത്ത് ജനിച്ച ആൾക്കാർക്ക് വീട് വെക്കാനോ വീട് മോഡിഫൈ ചെയ്യാനോ വീട് പെയിന്റ് അടിക്കാൻ പോലും പറ്റൂല. സ്വന്തമായിട്ട് ഒന്ന് മുടി വെട്ടാൻ പോലും പറ്റൂല ഈ രാജ്യത്തുള്ള ആൾക്കാർക്ക്. ദാറ്റ് ഈസ് നോർത്ത് കൊറിയ. അതേപോലെ ഈ രാജ്യത്തുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് പോലും ഇടാൻ പറ്റൂല. അവിടെ ഉള്ള ആൾക്കാർക്ക് 8 ഹെയർ സ്റ്റൈൽസ്, 5 ബോയ്സിന് 3 ഗേൾസിന്. ആ ഹെയർ സ്റ്റൈൽസ് അല്ലാണ്ട് വേറെ ഒരു ഹെയർ സ്റ്റൈൽസ് പോലും ഇടാൻ പറ്റൂല. അതിനെക്കാട്ടി മോസ്റ്റ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഇഷ്ടമുള്ള ഒരു മൂവീസ് പോലും കാണാൻ പറ്റില്ല. ഫോറിൻ മൂവീസ് ഇസ് ബാൻഡ് അവിടെ. അതേപോലെ എങ്ങാനും നിങ്ങളെ കണ്ടു പിടിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നേരെ തൂക്കി ഇത്രയുള്ള പരിപാടിയാണ്. അപ്പോ ഈ വീടിനെ പറ്റി പറയുമ്പോ വീട് ആക്ച്വലി ഒക്കെ പ്രൊവൈഡ് ചെയ്യുക ഗവൺമെന്റാ. ഓക്കെ, നമ്മൾ വിചാരിക്കും ഓക്കെ നല്ലൊരു ഗവൺമെന്റ് വീട് കൊടുക്കണ്ടല്ലോ. ഈ വീടും എല്ലാ സംഭവങ്ങളും പഴയ ടൈപ്പ് സാധനങ്ങളാണ്. നമ്മളിപ്പോ നമ്മളെ 90s കാലത്തുള്ള ടൈപ്പ് ഓഫ് വീടുകളാണ്. അപ്പൊ കുറെയൊക്കെ മാറ്റം വന്നല്ലോ നമ്മളവിടെ. ആ ടൈപ്പ് വീട് അതിപ്പോ ചോർച്ചുണ്ടോ ചോർച്ചില്ലേ പൊളിഞ്ഞതാണോ ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതാ വീട് കിട്ടണേ ആ വീട്ടിൽ താമസിച്ചിരിക്കണം, ജനനം തൊട്ട് മരണം വരെ. ഇതാണ് അവിടുത്തെ അവസ്ഥ. ആൾക്കാർക്ക് ആവുമ്പോ ആൾക്കാരൊന്നും മിണ്ടൂല. അത് മാത്രല്ല അവിടുത്തെ ഈ കുക്കിങ്ങിനെ പറ്റി പറയുമ്പോൾ ഫുഡ് ഉണ്ടാക്കണല്ലോ, ആക്ച്വലി LPG സപ്ലൈ ഇല്ല. നമ്മളിപ്പോ താമസിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്നത് 2025 അതിലിപ്പോഴും ഫയർ ബൂട്ട്സ് വെച്ച് വിറക് വെച്ച് കഞ്ഞിണ്ടാക്കി അവരുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പൊ അതാ. അതിൽ നിന്നൊരു മാറ്റം വരുത്താനോ അതിലൊരു ചേഞ്ച് വരുത്താനോ ഒരു സമ്മതിക്കില്ല. അതാണ് അവിടുത്തെ നോർമൽ ടൈമിൽ ഉള്ള സംഭവം. പക്ഷെ എഡ്യൂക്കേഷൻ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ് നോർത്ത് കൊറിയ. അത് പറയണം. നോർത്ത് കൊറിയയിലെ ചിൽഡ്രൻസിന് എന്തായാലും കമ്പൽസറി ആയിട്ട് എഡ്യൂക്കേഷൻ വേണം, നിർബന്ധമാണ്. ഇവരപ്പോ എന്ത് ചെയ്യാ, പിള്ളേരെ മോർണിംഗ് സ്കൂളിലേക്ക് പോകണം. ഉച്ച വരെയാണ് സ്കൂൾ സെഷൻ ഉള്ളത്. സ്കൂളിൽ പോവാൻ നടന്നു തന്നെ പോകണം. വണ്ടിയൊന്നുമില്ല. അത് പറഞ്ഞപ്പോഴാണ് ഗേൾസിന് അവിടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. നോർത്ത് കൊറിയയിലെ ഗേൾസിന് വണ്ടി ഓടിക്കല് ബാൻഡാണ്. സീനുണ്ടോ എന്താ നടക്കണേ? അതേപോലെ എങ്ങാനും ആൾക്കൊക്കെ വണ്ടി ഓടിക്കണമെങ്കിൽ അതും ഗവൺമെന്റ് ലൈസൻസ് ഒക്കെ വളരെ റെയർ ആയിട്ട് മാത്രമേ, കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ലൈസൻസിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവിടെ ഉള്ളൂ എന്നുള്ളതാണ് വണ്ടി ഓടിക്കുന്നത്. സ്കൂളിൽ പോണ പിള്ളേര് 1.5 മണിക്കൂർ എടുത്ത് നടന്നിട്ടാ പോണേ. ഇവര് വേറൊരു ഓപ്ഷനും ഇല്ല. തിരിച്ചവരെ 1.5 മണിക്കൂർ നടന്ന് റിട്ടേൺ വരാം. ഉച്ച വരെ സെഷൻസ് ഉള്ളൂ. പക്ഷെ ആ ടൈമിൽ ഇവര് പഠിപ്പിക്കുന്ന സയൻസും മാത്സും
പ്രോപ്പർ അല്ല എന്ന് പറയുന്നുണ്ട് പല ആൾക്കാർ. ഫൂളിഷ് ആയിട്ടുള്ള സയൻസ് പഠിപ്പിക്കണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹിസ്റ്ററി സോഷ്യൽ പഠിപ്പിക്കുന്നുണ്ട്. അത് വേറൊരു സംഭവത്തിനെ പറ്റിയിട്ടോ വേൾഡ് വാറിനെ പറ്റിയിട്ടോ ഒന്നിനും അല്ല. ഈ നോർത്ത് കൊറിയന്റെ ആൾക്കാർ ഇങ്ങനെയാണ്, കിം ജോങ് ഇത്ര അടിപൊളിയാണ്, ഫുള്ള് പൊക്കിയടിച്ചിട്ട് പഠിത്തം. ഇതാണ് ഈ പിള്ളേർ പഠിക്കുള്ളൂ, അതാണ് നിർബന്ധമായിട്ട് അവരെ ഇതാണ് അവിടെ നടക്കുന്നത്. ആക്ച്വലി അത് മാത്രല്ല, ഈ രാജ്യത്ത് ജനിച്ച ആൾക്കാർക്ക് സ്വന്തമായിട്ട് ഇഷ്ടമുള്ള ജോലി പോലും ചെയ്യാൻ പറ്റൂല. സത്യം. എന്താണ് ഗവൺമെന്റ് തരുന്ന ജോലി? അത് നിനക്ക് സ്വീപ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പെയിന്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്ലർക്ക് ആയിരിക്കാം. ഏതാ നിനക്ക് അലോട്ട് ചെയ്യണത് ആ ജോലി ചെയ്തേ പറ്റൂ. ദാറ്റ് ഈസ് ആക്ച്വലി നോർത്ത് കൊറിയ. അതേപോലെ ഈ രാജ്യത്ത് ചിരിക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചോക്ക്. കിം ജോങ്ങിന്റെ അച്ഛൻ മരിച്ചത് ഇപ്പൊ ഈയിടെയാണ് ആ ഒരു റൂള് വന്നത്. കിം ജോങ്ങിന്റെ അച്ഛൻ മരിച്ച ദിവസം 11 ദിവസത്തോളം ഒരാൾ പോലും ചിരിക്കാൻ പാടില്ല എന്നുള്ള ഒരു റൂൾ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുന്നല്ലാണ്ട് അങ്ങനെ നമ്മള് ചിരിക്കുമ്പോൾ ഒരാൾ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ തീർത്ത് അതാണ് വധശിക്ഷയാണ് അവർക്ക് പണിഷ്മെന്റ്. പക്കാ സ്ലേവറി. അങ്ങനെ അതേപോലെ തന്നെ ഈ കിം ജോങ് സംസാരിക്കുന്ന സമയത്ത് ആരെങ്കിലും കിടന്നുറങ്ങിയാല് വധശിക്ഷ അവർക്ക്. അതേപോലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഡിഫൻസ് ഈ കിം ജോങ് സംസാരിക്കുന്ന സമയത്ത് ഒരു ഡിഫൻസ് മിനിസ്റ്റർ ഇതേപോലെ അറിയാണ്ടൊന്ന് കണ്ണടച്ചു, പൊക്കി തീർത്ത്. അയ്യോ, എന്താ അതാണ് വലിയ ഇഷ്യൂ അല്ല ഇവിടെ. പിന്നെ അതേപോലെ ഒരു സംഭവമാണ് ഇവിടെ ഇലക്ട്രിസിറ്റി. ഇടയ്ക്കിടയ്ക്ക് പവർ കട്ടാ. പ്രോപ്പറായിട്ട് ഇപ്പൊ കോൺസ്റ്റന്റ് ഇപ്പൊ ഇവിടെ ലൈറ്റിങ്സ് ഉണ്ട്, ഇതേപോലെ ഒരിക്കലും അവിടെ കിട്ടൂല. അവിടുത്തെ അവസ്ഥ പറഞ്ഞാല് പവർ കട്ടാണോ പവർ കട്ട്. അതുകൊണ്ട് തന്നെ എന്താ രാത്രിയാവും മിക്ക ആൾക്കാർ നേരത്തെ കിടന്ന് ഉറങ്ങാൻ ടൈപ്പ് ആൾക്കാരവിടെ. കാരണം ഇവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. ഈ പവർ കട്ട് പോയാൽ നമ്മൾ എന്താ ചെയ്യാ? ഒന്നില്ലെങ്കിൽ മെഴുകുതിരി എത്തിച്ചു വയ്ക്കും. ഈ മെഴുകുതിരി എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര എക്സ്പെൻസീവ് അവിടെ. അപ്പൊ ആൾക്കാർക്ക് അത് മേടിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കുക. അതുകൊണ്ട് തന്നെ എന്താ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ യൂസ് ചെയ്യുന്നത് കെറോസിൻ ലാമ്പ. നമ്മള് പണ്ട് കാലത്ത് ഉപയോഗിക്കണ ഈ മണ്ണെണ്ണ വിളക്ക് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് അവർ ജീവിക്കണേ. എന്തിന്? അതും പോട്ടെ, വേറെ സംഭവം. ഈ രാജ്യത്ത് ജനിച്ച ആൾക്കാർക്ക് അബ്രോഡ് പോയി ജോലി ചെയ്യാൻ പറ്റൂല. ഇതാണ് അവസ്ഥ. നമ്മളിപ്പോ നാട്ടിലിപ്പോ എന്താ നടക്കണേ? അബ്രോഡ് പോവാ, ജർമ്മനി പോവാ, പുറത്തോട്ട് പോലും പഠിക്കാൻ പോലും വർക്ക് ചെയ്യാൻ പോലും ഒന്നും പറ്റില്ല. ശരിക്കൊരു എന്താ പറയുക, ശരിക്കും ജയിൽ ഇൻസൈഡ് കൺട്രി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് വല്ലാത്തൊരു വിഷയമാണ് ഈ നോർത്ത് കൊറിയയില്. ഇവർക്ക് അതുകൊണ്ട് റയർ ആയിട്ട് മാത്രമേ ഇവരെ പുറത്തേക്ക് വിടുള്ളൂ. അങ്ങനെ പക്ഷെ അതേപോലെ തന്നെ ഈ അറിയാണ്ട് കുറെ ചില ചാടി പോകുന്നുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്റ്റോറിയാണ് ഞാൻ ബേസിക്കലി സംസാരിക്കാൻ പോകുന്നത്. നോർത്ത് കൊറിയന്ന് ഈ ഭൂമിയിലെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കുട്ടീൻ്റെ സ്റ്റോറിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. യോമി പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു 16 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. 1993 ഹ്യൂസൺ എന്ന് പറഞ്ഞിട്ടൊരു തെക്ക് ഭാഗത്തായിട്ട് നോർത്ത് കൊറിയയിൽ ജനിച്ച് വളർന്ന ഒരു കുട്ടിയായിരുന്നു യോമി പാർക്ക് എന്ന് പറയും. 14 വയസ്സേ ഉള്ളൂ. അങ്ങനെ അവളുടെ അച്ഛനും ഒരു അമ്മയുള്ള ഒരു ചെറിയ കുടുംബമാണ്. അങ്ങനെ ഭയങ്കര മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. അച്ഛൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ ഇങ്ങനത്തെ പലചരക്ക് കടകളൊക്കെ ഉള്ള ഒരാളായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഈ അച്ഛന് എന്തോ കോപ്പർ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടോ പഞ്ചസാര മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ നോർത്ത് കൊറിയൻ പോലീസ് അവരെ പൊക്കിക്കൊണ്ടുപോവാണ്. അങ്ങനെ 10 വർഷത്തോളം അവരെ അറസ്റ്റ് ചെയ്ത് അവിടെ കിടക്കുക. അതിനുശേഷം ഈ ഫാമിലി യോമി പാർക്കും അവളെ അമ്മയെന്ന് പറയുന്നത് അത്രയും പോവേർട്ടിയിലൂടെ ആയിരുന്നു പോയിരുന്നത്. കാരണം അവർക്ക് ഇൻകം ഇല്ലല്ലോ, ചെറിയ കുട്ടികളല്ലേ. അങ്ങനെ യോമി പാർക്ക് എന്ന് പറഞ്ഞാൽ ജനിച്ച ഉടനെ അവൾക്ക് മനസ്സിലായി എനിക്ക് സ്വന്തമായിട്ടൊരു ഡ്രസ്സ് ഇടാൻ പറ്റില്ല, സ്വന്തമായിട്ടൊന്നും ഇഷ്ടം മുടി ഇട്ടാൻ പറ്റുന്നില്ല, സ്വന്തമായിട്ടൊരു ഒരു റൈറ്റ്സ് പോലും തുറന്നു പറയാൻ തല താത്തി നടക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അറിഞ്ഞതോടെ ഇവക്ക് ശരിക്കും അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഹോളിവുഡ് മൂവീസോ അല്ലെങ്കിൽ ഈവൻ സൗത്ത് കൊറിയൻ മൂവീസ് പോലും അവിടെ കാണാൻ പറ്റില്ല. സൗത്ത് കൊറിയയിൽ ഇപ്പോൾ കുറേ മൂവീസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതുപോലെ നോർത്ത് കൊറിയയിൽ കാണാൻ പറ്റില്ല. അതൊക്കെ ബാൻഡാണ്. പക്ഷെ ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഒളിച്ചിട്ടൊക്കെ കൊണ്ടുവരും, ഈ മൂവീസൊക്കെ കൊണ്ടുവരും. അങ്ങനെ ഈ യോമി പാർക്ക് ഒരു ദിവസം ഒരു മൂവി കിട്ടുകയാണ്. അങ്ങനെ ഒളിച്ചിരുന്ന് ആരും കാണാണ്ട് പതിങ്ങി ഇരുന്ന് കാണുന്ന ഒരു മൂവിയാണ് ടൈറ്റാനിക് ആണ് അവള് കാണുന്ന മൂവി. അങ്ങനെ അത് കണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് പുറത്തൊരു ലോകമുണ്ട് എന്ന് അവൾക്ക് അന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഇവള് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഈ സവന അമ്മയെ കൂട്ടിന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണം എന്നുള്ള പ്ലാൻ വരുന്നത്. അപ്പോൾ എസ്കേപ്പ് ആവാൻ 2 വേസാണ് ഉള്ളത്. ഒരു വേ എന്ന് പറയുന്നത് DMZ ബോർഡർ എന്ന് പറയും. DMZ ബോർഡർ കടന്ന് സൗത്ത് കൊറിയയിലോട്ട് എത്താം. പക്ഷെ അതൊരു സ്യൂസൈഡൽ മിഷൻ ആയിരിക്കും. കാരണം അതിൻ്റെ ബോർഡറിൽ ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി കമ്പികൾ തൂക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ വലിയൊരു മതിലുണ്ട്. അതിൻ്റെ അപ്പുറം ഒരിക്കലും ഇനിയിപ്പോൾ കിടന്നു തന്നെ വിചാരിച്ചോ, അവിടെ 24 hours നോർത്ത് കൊറിയൻ പോലീസ് പാട്രോളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നടക്കില്ല എന്ന് മനസ്സിലായി. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കടൽ വഴി പോവാന്നുള്ളതാണ്. കടൽ വഴി എങ്ങനെയെങ്കിലും സീ വഴി എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പുറത്തോട്ട് എത്താൻ നോക്കുക എന്നുള്ളത്
പക്ഷെ അതൊരിക്കലും നടക്കൂല. കാരണം നോർത്ത് കൊറിയൻ നേവി എപ്പോഴും അവിടെ പാട്രോളിംഗ് ഉണ്ടാവും. ആരെങ്കിലുമൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മോനെ പിന്നെ നമുക്ക് ആൾക്കാർ വിചാരിച്ചു പിന്നെ കൊന്നാ മതി എന്ന് വിചാരിച്ചു. അത്രയും വലിയ ടോർച്ചറാണ് അവിടെ നോർത്ത് കൊറിയ. അപ്പൊ അതും വലിയൊരു റിസ്ക് ആണ് വരാൻ പോകുന്നത്. അങ്ങനെ കുറെ കാലത്തോളമായിട്ട് ഇവർക്ക് ഒരു ഹോപ്പും കിട്ടുന്നില്ല. അങ്ങനെയാണ് ഒരു ദിവസം ഒരു ഏജന്റ് മുഖാന്തരം അവർക്കൊരു ഒരാളെ കിട്ടി, ഒരു ഏജന്റ് കിട്ടി. എങ്ങനെയെങ്കിലും ചൈനയിലോട്ട് എത്താന്നുള്ള പ്ലാൻ കിട്ടി. അങ്ങനെ ഏജന്റ് വഴി ഫ്ലൈറ്റ് വഴി എങ്ങനെയൊക്കെ പോകാൻ വേണ്ടി ഇവർ സഹായിച്ച് കുറേ ഉള്ള പൈസ ഒക്കെ കൂട്ടി വെച്ചിരുന്നത്. പൈസ ഒക്കെ എടുത്തിട്ടാണ് ഇവർ പോകുന്നത്. പക്ഷെ ഏറ്റവും എന്താ പറയുക ഭയങ്കര ഒരു ടെറിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അവർക്ക് പിന്നീട് ഉണ്ടായത്, ഈ ഏജന്റ് ആ യോമി പാർക്കിന്റെ അമ്മനെ റേപ്പ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ആ റേപ്പ് അവർക്ക് അവരൊരു ആവശ്യമായത് കൊണ്ട് തന്നെ അവർക്ക് അതിന് വാങ്ങി കൊടുക്കേണ്ടി വന്നു. കാരണം അവരാവശ്യം രക്ഷപ്പെടണം. അങ്ങനെ അവർ ഈ ഇങ്ങനത്തെ ഓരോ അനുഭവങ്ങൾക്ക് ശേഷം അവർ അവസാനം ചൈനയിൽ എത്തിയതോ ഈ ഏജന്റ് കൊണ്ടേ കൊടുക്കുന്നത് ഒരു ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ ആളടുത്താണ്. മനുഷ്യക്കടത്ത് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആ കുട്ടി ആ മനുഷ്യക്കടത്ത് ആളെടുത്തെത്തി. അങ്ങനെ ഈ അമ്മനെ $65 യോമി പാർക്കിനെ $200 ഒരാൾക്ക് വിൽക്കുകയാണ്. അവിടെ ഇതേപോലെ കോൺസ്റ്റന്റ് ആയിട്ട് കുറെ റേപ്പും കുറെ ക്രുവാലിറ്റീസും ഒക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുക ചൈനയിൽ നിന്ന്. എന്നിട്ട് ചൈനയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെടണം. അങ്ങനെ ഒരു ദിവസം കുറെ കാലങ്ങളോട് ഇത് അനുഭവിച്ച് അവസാനം അവിടെ നിന്ന് ഓടി ഒരു കോമ്പസും പിടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഓരോ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മംഗോളിയ പോവുക, മംഗോളിയയിൽ നിന്ന് പിന്നെ നേരെ സൗത്ത് കൊറിയക്ക് പോവുക എന്നുള്ളതാണ്. അങ്ങനെ മംഗോളിയയിൽ പോണ വഴി ഓടി കുറെ കഷ്ടപ്പെട്ട് കയ്യിലൊരു കത്തി അവർ കരുതിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എങ്ങാനും ഇവരെ പിടിക്കപ്പെടാണെങ്കിൽ സ്വയം കത്തി മുറുക്കി ചാവാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ അവിടെ എങ്ങാനും പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടും ബെറ്റർ മരിക്കുക എന്നുള്ളത്. അത്രയും വലിയ ടോർച്ചറാണ് അവിടെ നടക്കാൻ പോകുന്നത്. അങ്ങനെ അവസാനം ഇവർ പോയിക്കൊണ്ടിരിക്കുക. മഞ്ഞക്കുള്ളിലും കുറേ വലിയൊരു അഡ്വഞ്ചറായി പോയി അവസാനം മംഗോളിയയിലെത്തി. മംഗോളിയൻ പോലീസ് ഇവരെ പൊക്കുകയാണ്. പിന്നെ മംഗോളിയൻ പോലീസ് പൊക്കിയതിന് ശേഷം ഇവർ ഫുള്ള് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് പ്രശ്നം. അങ്ങനെയൊക്കെ അന്വേഷിച്ച് അവസാനം അവരെ സൗത്ത് കൊറിയക്ക് അയക്കാനുള്ള ഒരു പ്ലാൻസ് മംഗോളിയൻ പോലീസ് ഹെൽപ്പ് ചെയ്ത് അവരവിടെ എത്തി. സൗത്ത് കൊറിയ അവസാനം അവർക്കൊരു ഫ്രീഡം കിട്ടി എന്നൊക്കെ പറയാം. അങ്ങനെ സൗത്ത് കൊറിയനെ കുറിച്ച് പറയുമ്പോഴാണ് നോർത്ത് കൊറിയത്തെ ആൾക്കാർ സൗത്ത് കൊറിയനെ കുറിച്ച് നെഗറ്റീവ് മാത്രമേ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ. അവരങ്ങനെയാണ്, അവര് വെറുതെ ആൾക്കാരെ വെടിവെച്ച് കൊല്ലും, അവിടെ മനുഷ്യന്മാരില്ല, അവിടെ പട്ടീനെയാണ് എന്നൊക്കെ പഠിപ്പിച്ച് നെഗറ്റീവ് പഠിപ്പിച്ച് അങ്ങനെ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ അവസാനം ഇവർ സൗത്ത് കൊറിയയിൽ എത്തി. അവസാനം അങ്ങനെ എത്തി ഇവള് ഗവൺമെന്റ് സ്വന്തമായിട്ട് ഒരു വീട് കൊടുത്തു. സൗത്ത് കൊറിയൻ ഗവൺമെന്റ് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല പഠിക്കാൻ മിടിക്കുകയായിരുന്നു അവള്. അങ്ങനെ അവസാനം ഇവള് നല്ല പഠിച്ച് അവസാനം US എത്തി. അങ്ങനെ വേൾഡ് യങ് സമ്മിറ്റിൽ ഇവൾക്ക് ഒരു പാർട്ടിസിപ്പേഷൻ കിട്ടുന്ന അവാർഡ് കിട്ടാണ്. അങ്ങനെയാണ് അവളെ സ്പീച്ചിൽ ലോകം മൊത്തം ഈ സ്റ്റോറി അറിയണത്. നോർത്ത് കൊറിയയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഇങ്ങനത്തെ ഒക്കെ സീൻ ഉണ്ടായി. അങ്ങനെ അവസാനം അവളെ സർവൈവ് ചെയ്തു. അതാണ് യോമി പാർക്കിന്റെ സ്റ്റോറി എന്നൊക്കെ പറയുകയാണെങ്കിൽ. ഇതേപോലെ തന്നെ ഈ കൺട്രിയിൽ ജനിച്ച ആൾക്കാർക്ക് വാട്സപ്പ് യൂസ് ചെയ്യാനോ ഫേസ്ബുക്ക് യൂസ് ചെയ്യാനോ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാനോ പറ്റില്ല. സോഷ്യൽ മീഡിയ ആപ്സ് ഇവര് ഈ നോർത്ത് കൊറിയൻ ഗവൺമെന്റ് അലോട്ട് ചെയ്യണ ആപ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യാനും അവരെ കാര്യങ്ങൾക്ക് മാത്രം. ഈവൻ ആ ഫോണിൽ നമുക്ക് ലോക്കൽ ആയിട്ടുള്ള കോൾസ് ചെയ്യാം. ഒരു ഇന്റർനാഷണൽ കോൾസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ VPN പോലും യൂസ് ചെയ്യാൻ പറ്റില്ല. പിടിക്കപ്പെട്ട് കഴിഞ്ഞാല് അതാണ് അവരുടെ ഹെവി പണിഷ്മെന്റ്. അത് ഒരാൾക്കല്ല കിട്ടുക, ഫുൾ ഫാമിലിക്ക് ആയിരിക്കും പണി കിട്ടുക. വേറൊരു റൂളാണ് അവിടെ. എന്തായാലും നോർത്ത് കൊറിയയിലുള്ള എല്ലാ ഹ്യൂമൻ ബീയിങ്സും അവിടെ വോട്ടിങ്ങിന് വരുന്നത്. അപ്പൊ വോട്ടിംഗ് കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും അവിടെ വോട്ട് ചെയ്യാൻ ആകുറ്റ മനുഷ്യനല്ലേ ഉള്ളൂ. വൺ മാൻ റൂൾ ആണ്. പക്ഷെ വോട്ടിങ്ങിന് എല്ലാവരും എത്തണം, ഒരു സ്ഥലത്ത് നടന്നെത്തണം. ആ നടന്നെത്തി കയറി പോകുമ്പോ നമുക്ക് ആ മറ്റേ ബാലറ്റിൽ ഉണ്ടാവുന്നത് ഈ അണ്ണന്റെ ഫോട്ടോ ആയിരിക്കും. അതിൽ ചുമ്മാ ടിക്ക് ഇടണം, ടിക്ക് ഇടുക, തിരിച്ചു കൊടുക്കുക, പോരുക. അതാണ് വോട്ടിങ്. ആരെങ്കിലും ഇതിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ബാക്കി പറയണ്ടേ, തീർന്നു. ഇതേപോലെ ടിവിയും റേഡിയോ അതുപോലെ തന്നെ റേഡിയോ അവർക്ക് ഓഫ് ചെയ്യാൻ പാടില്ല നിയമമുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്തോണ്ടിരിക്കണം. അത് ഈ പറയുന്ന സംഭവം എന്താ, ഇവർ അടിപൊളിയാണ് ഇതാണ് പറയാ. TV ആയിക്കോട്ടെ ഫുള്ള് ഇവരെ പ്രൊമോട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ചാനൽസും എല്ലാ കാര്യങ്ങളും എവിടെ കേട്ടാലും ഇവരെ ഗവൺമെന്റ് അടിപൊളിയാണ്, എത്രയാണ്, ഇതാണ് അവർ കേൾക്കുന്നുള്ളൂ. പുറത്തൊരു കാര്യം പോലും. ഇതാണ് ബേസിക്കലി ദ ഹെൽ ഓൺ എർത്ത് എന്നറിയപ്പെടുന്ന നോർത്ത് കൊറിയന്റെ സ്റ്റോറി. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. വിൽ ബി അപ്ലോഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ ഇതിനെ കുറിച്ച് ഞങ്ങൾ പറയും. നോർത്ത് കൊറിയനെ കുറിച്ച് നമ്മൾ സംസാരിക്കും. ബട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. ബട്ട് ജസ്റ്റ് വൺ തിങ് വി ഹാവ് ടു ആസ്ക് Manu, what's the best advice that you ever heard or received? Live in your present moment, learn from your past, and work for your future. Oh, see, nice. I ഇഷ്ടപ്പെട്ടു. It's a really good quote, guys. അത് എല്ലാവരും അപ്ലൈ ചെയ്യുക ലൈഫിൽ. Thank you so much, guys. Subscribe ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Thank you so much.